നമസ്കാരം. സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? അതും കുറഞ്ഞ മുതൽ മുടക്കിൽ, വർഷം മുഴുവൻ ഡിമാൻഡുള്ള ഒരു ബിസിനസ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് പ്രീമിയം ഗിഫ്റ്റിംഗ് എന്ന വലിയ സാധ്യതകളുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചാണ്. വലിയ കമ്പനികളും സ്ഥാപനങ്ങളുമൊക്കെ അവരുടെ ജീവനക്കാർക്കും കസ്റ്റമേഴ്സിനും ബിസിനസ് പങ്കാളികൾക്കുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ സമ്മാനങ്ങൾ നൽകാറുണ്ട്, അല്ലേ? ദീപാവലി, ക്രിസ്മസ്, ഓണം, വിഷു, അങ്ങനെ പല ടൈമിലും ഈ സമ്മാനങ്ങൾ നൽകാറുണ്ട്. കമ്പനിയുടെ വാർഷികം, പുതിയ പ്രോഡക്റ്റ് ലോഞ്ചിങ്, ഈ അവസരങ്ങളൊക്കെ ഈ ടൈപ്പിലുള്ള സമ്മാനങ്ങൾ നൽകാൻ വേണ്ടുന്ന അവസരങ്ങൾ കൂടിയാണ്. ഈ സമ്മാനങ്ങളിൽ അവരുടെ കമ്പനിയുടെ ലോഗോയും പേരും പ്രിന്റ് ചെയ്താണ് നൽകുന്നത്. ഇതാണ് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടും? ഇതിനാണ് നമുക്ക് ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള B2B പ്ലാറ്റ്ഫോമുകൾ സഹായിക്കുന്നത് നമ്മളെ. ഞാൻ ഈ വീഡിയോയിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഇന്ത്യ മാർട്ടിന്റെ ലിങ്കാണ്. അതുവഴി നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ മൊത്തവിലയ്ക്ക് ലഭിക്കുന്ന സപ്ലയർമാരെ കണ്ടെത്താം. പേന, ഡയറി, കീ ചെയിൻ, ടീഷർട്ട്, തൊപ്പി, മഗ്ഗുകൾ, വാട്ടർ ബോട്ടിലുകൾ, പവർ ബാങ്കുകൾ, പെൻ ഡ്രൈവുകൾ, എന്തിന് സ്മാർട്ട് വാച്ചുകൾ വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കും. ഇനി നമുക്ക് ഇതിലെ ലാഭം എങ്ങനെയാണ് എന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരു ലോഗോ പ്രിന്റ് ചെയ്യാവുന്ന നല്ലൊരു വാട്ടർ ബോട്ടിലിന് ഇന്ത്യ മാർട്ടിൽ നിങ്ങൾക്ക് ഏകദേശം 150 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് കരുതുക. ഇതിൽ ലോഗോ പ്രിന്റ് ചെയ്യുന്നതിനുള്ള ചാർജ് കൂടി ചേർത്താൽ ഏകദേശം 170-180 രൂപയ്ക്കുള്ളിൽ നിൽക്കും. ഈ ബോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റായ കമ്പനിക്ക് 250 മുതൽ 300 രൂപയ്ക്ക് വരെ വിൽക്കാൻ സാധിക്കും. അതായത് ഒരു ബോട്ടിലിൽ നിന്ന് 70 രൂപ മുതൽ 120 രൂപ വരെ ലാഭം ലഭിക്കും. ഒരു കമ്പനി നിങ്ങൾക്ക് 100 ബോട്ടിൽ ഓർഡർ തന്നാൽ നിങ്ങളുടെ ലാഭം എത്രയായിരിക്കുമെന്ന് ഓർത്തു നോക്കൂ. ഞാൻ പറയാതെ തന്നെ അറിയാം. സാധാരണയായി 30% മുതൽ 50% വരെ ലാഭം ഈ ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ആകർഷണം കുറഞ്ഞ മുതൽ മുടക്കാണ്. തുടക്കത്തിൽ ഒരു കടയോ ഓഫീസോ പോലും നമുക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട ചില സാധനങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, ഒരു ലാപ്ടോപ്പും ഒരു സ്മാർട്ട് ഫോണും വേണം. രണ്ട്, വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ കുറച്ച് സാമ്പിളുകൾ വേണം. ഏകദേശം നമുക്കൊരു 5000 രൂപയുണ്ടെങ്കിൽ ഈ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് വേണം, ചെറിയൊരു കാറ്റലോഗ് ഉണ്ടാക്കണം. ഇതാണ് നിങ്ങൾക്ക് ആകെപ്പാടെ ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടുന്ന ഐറ്റങ്ങൾ. പിന്നെ ഒരു 20,000 രൂപ മുതൽ 30,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെറിയ രീതിയിൽ തുടങ്ങി വെക്കാൻ പറ്റും. കാരണം നമ്മൾ പതിയെ ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ എടുത്താണ് മുമ്പോട്ട് പോകുന്നത്. ഓർഡർ കിട്ടുമ്പോൾ കമ്പനികളിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുന്നതിലൂടെ വലിയ ഓർഡറുകൾക്ക് കയ്യിൽ നിന്ന് പണം മുടക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. അതായത് നമ്മൾ എവിടെ നിന്ന് ഓർഡർ എടുത്താലും അഡ്വാൻസ് വാങ്ങിച്ചോണം. അല്ലാതെ ഓർഡർ എടുത്തിട്ട് സാധനം എടുത്ത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാം എന്ന് കരുതരുത്. പലപ്പോഴും കമ്പനികൾ അവരുടെ ഡിസിഷനിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അഡ്വാൻസ് മസ്റ്റായിട്ട് മേടിച്ചിരിക്കണം. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അതാണ് മാർക്കറ്റിംഗ്. ആരെയാണ് സമീപിക്കേണ്ടത്? എവിടെയാണ്? ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്? എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? ഇതാണ് ഇനി പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക, കാണുക. ഒന്ന്, നേരിട്ടുള്ള മാർക്കറ്റിംഗ്. നിങ്ങളുടെ നാട്ടിലെയും അടുത്തുള്ള ടൗണുകളിലെയും കമ്പനികൾ, ഓഫീസുകൾ, ഫാക്ടറികൾ, ഷോപ്പുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് നേരിട്ട് സാമ്പിൾ കിറ്റുമായിട്ട് ചെന്ന് സംസാരിക്കാവുന്നതാണ്. രണ്ടാമത്തതാണ് സോഷ്യൽ മീഡിയ. ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോഡക്റ്റുകളൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് റീലായിട്ടും ഫോട്ടോ ആയിട്ടും ടെക്സ്റ്റ് ആയിട്ടും ഒക്കെ അവിടെ പറഞ്ഞ് ആളുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. മൂന്നാമത്തത് നെറ്റ്വർക്കിംഗ്. ബിസിനസ് മീറ്റിങ്ങുകൾ, എക്സ്പോകൾ, എക്സിബിഷനുകൾ, അവിടെയൊക്കെ പങ്കെടുക്കുക. നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് കൈമാറുക. ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കുകളുണ്ട്. അതുവഴി കമ്പനികളുടെ HR മാർക്കറ്റിംഗ് മാനേജറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ലിങ്ക്ഡിൻ നിങ്ങൾ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കണം. വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകളെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി കാത്തിരിക്കേണ്ട കാര്യമില്ല. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപണിയാണ്. ചെറിയ രീതിയിൽ തുടങ്ങി നല്ല സർവീസ് നൽകി നെറ്റ്വർക്ക് വലുതാക്കി നിങ്ങൾക്കും ഈ രംഗത്ത് ഒരു വിജയകരമായ സംരംഭകനാകാൻ സാധിക്കും. ഇപ്പോൾ ഈ ബിസിനസ് നല്ല രീതിയിൽ കേരളത്തിൽ ഓടുന്നുണ്ട്. പക്ഷെ ചെയ്തുകൊണ്ട്
വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഡൽഹിയിൽ നിന്നും, ബോംബെയിൽ നിന്നും, ആഗ്രയിൽ നിന്നും, ജയ്പൂരിൽ നിന്നും ഒക്കെ ആളുകൾ ഇവിടെ വന്ന് ഈ ഷോപ്പുകളും ഈ കമ്പനികളും കറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഓർഡർ എടുത്തുകൊണ്ട് പോയി സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കും അതുപോലെ തന്നെ അവർ ഉണ്ടാക്കുന്ന അത്രയും ലാഭം നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ശ്രമിച്ചാൽ. കൂടുതൽ ഉൽപ്പന്നങ്ങളും സപ്ലയർമാരെയൊക്കെ കണ്ടെത്താൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ കയറി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മസ്റ്റായിട്ട് ചെയ്യുക. കൂടാതെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അതായത് കമന്റിന്റെ സൈഡിലായിട്ടൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്ന് കാണും. ഉണ്ടെങ്കിൽ ഹൈപ്പ് എന്ന് അമർത്തി നിങ്ങളുടെ പോയിന്റ് ഞങ്ങൾക്ക് തരിക. കാരണം അതിലൂടെ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ റീച്ച് ആകും എന്നാണ് യൂട്യൂബ് തൽക്കാലം പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ഇടുന്നത്. കൂടാതെ നമ്മളൊരു ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുതിയ വെബ്സൈറ്റിന്റെ ലിങ്കാണ്. ഈ പ്രോഡക്റ്റുകളുടെ, മെഷീനുകളുടെ ഒക്കെ ലിങ്കുകൾ അവിടെയാണ് ഇനി മുതൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റ് അതിൽ കയറി പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി അത് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. കാരണം എപ്പോഴും വീഡിയോ കാണേണ്ട ആവശ്യം വരില്ല. ആവശ്യമുള്ളപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ മെഷീന്റെ ലിങ്ക്, പ്രോഡക്റ്റിന്റെ ലിങ്ക് അവിടെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.